ഹായ്. നമ്മുടെ മനസ്സിനും നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ട ആഹാര രീതികളാണ്, അതായത് ഭക്ഷണ രീതി. എന്ത് ഭക്ഷണമാണ് നമ്മുടെ മൈൻഡിന് കൊടുക്കേണ്ടത് അല്ലേ? നമുക്ക് നമ്മുടെ ശരീരത്തിനും കൊടുക്കുന്നത് പോലെ, ഓരോ പാർട്സിനും നമ്മൾ കൊടുക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനും നമ്മൾ ഫുഡ് കൊടുക്കണം. നമ്മുടെ ബ്രെയിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഓക്കെ, നമ്മുടെ മൈൻഡ് പവറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഹാര രീതികൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. മനസ്സിനെ സ്വാധീനിക്കുന്ന ഭക്ഷണ രീതികൾ ശരീരത്തെയും മാനസിക ആരോഗ്യത്തെയും ദീർഘകാലത്ത് ബാധിക്കാനിടയുള്ള വിവിധതരം രോഗാവസ്ഥകളുണ്ട് അല്ലേ? എന്തൊക്കെയാണ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഠന വൈകല്യം, ടെൻഷൻ, സ്ട്രെസ്സ്, പല പല കാര്യങ്ങൾ, അതായത് ഡിമെൻഷ്യ, അതുപോലെ പല പല രോഗങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കും. ഭയങ്കരമായിട്ട് മൂഡ് ഓഫ്, അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൂഡ് സിങ്സ് ആകുക അല്ലേ? ചിലപ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോവും. അതുപോലെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രെയിനിന് വേണ്ടി ഫുഡ് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഫുഡിൽ തന്നെ അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രോസസ്ഡ് ഫുഡാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ബ്രെയിൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ബ്രെയിനിന് നമ്മൾ നല്ല ഉന്മേഷവും ഉണർവും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫുഡ് കൊടുക്കണം. അതുപോലെ കുട്ടികൾക്ക് ഓർമ്മക്കുറവ്, പഠന വൈകല്യം, ടെൻഷൻ, മൂഡ് ഔട്ട്, ശ്രദ്ധക്കുറവ്, ഇതെല്ലാം നമുക്ക് സാധാരണയായി കാണപ്പെടുന്നു കുട്ടികളിൽ. അതിനുവേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി ഈ ഫുഡ് കൊടുക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ മൈൻഡ് പവറിന് വേണ്ടിയിട്ട് നല്ല ഒരു ഫുഡ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നാമതായി ഞാൻ പറയുന്നത് ബ്രെയിൻ ബൂസ്റ്റ് ഫുഡ് ഭക്ഷണ രീതികളിൽ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതായത് മീൻ വർഗ്ഗങ്ങൾ, സാൽമൺ, മത്തി, അങ്ങനെയുള്ള അയില, അങ്ങനെയുള്ള മീനുകൾ നമ്മൾ മസ്തിഷ്ക ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള ഭക്ഷണം, എന്താണെന്ന് വെച്ചാൽ പഴങ്ങളാണെങ്കിൽ ആപ്പിള്, ഓറഞ്ച്, പേരയ്ക്ക, അതുപോലെ പൈനാപ്പിൾ, പിന്നെ ബെറീസ് ഇല്ലേ, ബ്ലൂബെറി, സ്ട്രോബെറി, കറുത്ത മുന്തിരി, അങ്ങനെ അതുപോലെ നല്ല ഫ്രൂട്ട്സ്, അതായത് നല്ല നല്ല ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. അതുപോലെ വേറൊരു കാര്യമുണ്ട്, അവോക്കാഡോ എന്ന് പറയുന്നൊരു ഫ്രൂട്ടുണ്ട്. അത് ഭയങ്കര സൂപ്പർ ഫുഡാണ്, നമ്മുടെ മൈൻഡിന് വേണ്ട ഒരു അടിപൊളി ഫുഡാണ്. അതുപോലെ സീഡ്സ് ആണെങ്കിൽ ചിയ സീഡ്സ്, പിന്നെ അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതെല്ലാം മാനസിക ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കൊടുക്കുന്ന ഫുഡുകളാണ്. അതുപോലെ പച്ചക്കറികളുടെ കാര്യം എടുക്കാം. പച്ചക്കറികളാണെങ്കിൽ ക്യാരറ്റ്, അതുപോലെ തക്കാളി, പാലക്ക്, ചീരവർഗ്ഗങ്ങളില്ലേ അത്, പിന്നെ ബ്രോക്കോളി എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ഒരു ബ്രെയിൻ പവർ കൂട്ടുന്ന ഒരു സൂപ്പർ ഫുഡ് തന്നെ എന്ന് പറയാം. അതുപോലെ നമ്മൾ നട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നട്ട്സിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാൽനട്ട് എന്ന് പറയുന്നത് ഒരു മിനി ബ്രെയിൻ പോലെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് അല്ലേ? അപ്പോൾ ആ വാൽനട്ട് സൂപ്പർ ഫുഡാണ്. അതുപോലെ ആൽമണ്ട്, പീനട്ട്, ഇതൊക്കെ ഉപയോഗിക്കാം. അതുപോലെ സീഡ്സിലാണെങ്കിൽ സൺഫ്ലവർ സീഡ്സ് എടുക്കുക, എന്നിട്ടൊരു ഹാൻഡ്ഫുൾ സൺഫ്ലവർ സീഡ്സ് എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് നമ്മൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു എനർജി, അതായത് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു എനർജി കിട്ടും. അതുപോലെ നമ്മൾ ഹോൾ ഗ്രെയിൻസ് എടുക്കുകയാണെങ്കിൽ ഈ ഗോതമ്പ്, മില്ലറ്റ്സ്, അതുപോലെ ഓട്സ്, അതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഉന്മേഷം കിട്ടും. അതുപോലെ റൈസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റൈസിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ബ്രൗൺ റൈസാണ്. ബ്രൗൺ റൈസ് കഴിച്ചാൽ നമുക്ക് നല്ല മാനസികാരോഗ്യം കൂടും, പിന്നെ അതുപോലെ ഇതും കുറയും. അതുപോലെ ഓയിൽസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒലീവ് ഓയിലാണ് നമ്മുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓയിൽ. അതുപോലെ വെജിറ്റബിൾ ഓയിൽസിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് നെയ്യ് നമുക്ക് നല്ലൊരു അടിപൊളി ഇതാണ്, ഓക്കെ, ബ്രെയിൻ ബൂസ്റ്ററാണ്. അതുപോലെ നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്ന ടെർമറിക്ക് നല്ലൊരു ബ്രെയിൻ ഫുഡാണ്. പിന്നെ അതുപോലെ ചോക്ലേറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ചോക്ലേറ്റ് എന്ന് പറയുന്നത്
ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, ബ്ലാക്ക് കളർ പോലെയുള്ള ഡാർക്ക് ചോക്ലേറ്റിൽ ധാരാളം ഫ്ലേവനോയിഡ്സും ആൻറ്റി ഓക്സിഡൻറ്റും ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മൂഡ് ഔട്ടൊക്കെ ആവുന്ന സമയത്ത് നമ്മളതൊന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺ വർദ്ധിക്കും. അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ എന്ന്. അത് ശരിയാണ്, അവോക്കാഡോ, ഡാർക്ക് ചോക്ലേറ്റ് ഇതൊക്കെ കോസ്റ്റ്ലി ഫുഡാണ്. പക്ഷേ അവർക്ക് കഴിക്കാവുന്ന, അതായത് സാധാരണക്കാരായ ആളുകൾക്ക് നമുക്കും കഴിക്കാവുന്ന ഒരു സൂപ്പർ ഫുഡുണ്ട്, മുട്ട നന്നായിട്ട് കഴിക്കുക. മുട്ടയ്ക്ക് നല്ല ഒരു നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഉണർവ് നൽകാൻ കഴിയും. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, ചിക്കൻ, അതുപോലെ അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ് മുട്ട. അതുപോലെ തേന്, പാലുൽപ്പന്നങ്ങൾ, ചിക്കൻ ഇതൊക്കെ നമുക്ക് സർവ്വസാധാരണ കഴിക്കാൻ പറ്റും. അതുപോലെ ഡോപ്പമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകളുടെ ഉൽപ്പാദനം ഇത് സഹായിക്കുകയും നമുക്ക് നല്ല ഉന്മേഷം നൽകുകയും ചെയ്യും. ദിവസവും നമ്മൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ ഉൾപ്പെടുത്തണം. സന്തുലിതമായ, അതായത് ഒത്തിരി കൂടുതലായിട്ടല്ല, ഒരു മിതമായ അളവിലെല്ലാം ഉൾപ്പെടുത്തുക. രാവിലെ മികച്ച ഒരു ഉണർവിനായിട്ട് പോഷക സമ്പുഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് പച്ചക്കറികളും നട്ട്സും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഫുഡും ഒക്കെ മിതമായ അളവിൽ കഴിക്കുക. അതുപോലെ ഭക്ഷണം, അമിതമായ ആഹാരം, പിന്നെ അതുപോലെ ദീർഘനേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒരു 4 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഭക്ഷണം കഴിക്കണം. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ സഹായിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ മൈൻഡ് പവർ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൂപ്പർ ഫുഡ്സ് യൂസ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്